കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അനി നന്ദുവിനോട് പറഞ്ഞു, അതനി അതെ, നിന്റെ രണ്ട് ചേച്ചിമാരവിടെ ഉണ്ടല്ലോ, അവരുടെ അനിയത്തിയായിട്ട് നിനക്ക് ആ വീട്ടിലേക്ക് വന്നുകൂടെ എന്ന് ചോദിക്കുക, എന്റെ ഭാര്യയായിട്ട്. ഇത് കേട്ടോ നന്ദു പറഞ്ഞു, അനി നീ എന്ത് വർത്താനമൊക്കെ പറയണേ, നീ എന്താ പറയണേ, നിനക്ക് വല്ല ബോധമുണ്ടോ? ഇതെങ്ങാനും അനാമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്ക് അറിയാലോ. ഈ സമയത്താണ് അനാമിയെ അങ്ങോട്ട് വരുന്നത്. അനാമിയെ കണ്ടു നന്ദുവും അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവള് കുറച്ച് ദൂരെയായിട്ടാണ് നിന്നത്. ഈ സമയം അനി പറഞ്ഞു, എന്താ നന്ദു ഇന്ന് ഇങ്ങനെയൊക്കെ പറയണേ, നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പക്ഷെ ഞാൻ അനാമികനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വിവാഹം ശാശ്വതമാകാനൊന്നും പോകുന്നില്ല. ഈ സമയം നന്ദു അനിയോട് പറഞ്ഞു, അനു നീ ഇങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യില്ല. ഒരു പക്ഷേങ്കില് നിന്നോടൊരു ഇഷ്ടം കൂടുതലുണ്ടായിരിക്കും. ഇന്ന് തന്നെ നീ എന്നെ കാണാൻ വന്നപ്പോ കൃത്യസമയത്ത് തന്നെ അനാമിക ഇവിടെ വന്നത്. അത് നീ മനസ്സിലാക്കണമെന്ന് പറയാം. പിന്നെ ഒരു ഇഷ്ടക്കൂടല് അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നും ഇല്ല നന്ദു. അവളുടെ ഒരു പിടിവാശി എന്നെ സ്വന്തമാക്കണം എന്നുള്ളത്, അത് അവളുടെ പ്രധാന ലക്ഷ്യം. അല്ലാതെ എന്നോട് സ്നേഹം മൂത്തിട്ടൊന്നും അല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ വീട്ടിലെല്ലാവരോടും പറയും എനിക്ക് നിന്നെ ഇഷ്ടമാന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ എന്റെ ജീവിതം മിക്കവാറും തീർന്നു പോകുന്നു പറയാം. നന്ദു പറഞ്ഞു, അനി നീ ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്, വിളിക്കാനും ശ്രമിക്കരുത്. എന്തേലും അത്യാവശ്യമായിട്ടൊരു മിസ് കോള് മാത്രം വിട്ടാൽ മതി. തിരിച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം. പറഞ്ഞു കേട്ടല്ലോ, എന്നെ കാണാനാന്നും പറഞ്ഞിന് വരികയും ചെയ്യില്ലെന്ന് പറയാണ്. അത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവാം. എനിക്ക് വല്ലാത്ത വിഷമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്ന കനക ഇങ്ങനെ അനന്തപുരത്തറവാന്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് അനാമി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, മൂർത്തി സാറല്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അനാമി അങ്ങോട്ട് കയറി ചെല്ലുമ്പത്തേന് കനക അനാമിയെ കണ്ടു. അനാമികയാണല്ലോ, ഇവളെന്തിനാ പോലും ഇങ്ങോട്ട് വരുന്നേ? എന്റെ ഭഗവാനെ, എന്താന്നറിയത്തില്ല. പെട്ടെന്ന് കനക അങ്ങോട്ട് ഓടിച്ചില്ലണം. ആഹാ മോളോ, എന്താ മോളെ ഈ വഴിക്ക് വന്നേന്ന് ചോദിക്കണം. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. എന്നെ കാണാനോ? നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലുള്ള പലരെ എനിക്ക് കാണണമെന്ന് പറയാം. എന്താ മോളെ, അതിനിപ്പോ എന്താ പറ്റിയത്? അല്ല നിങ്ങളുടെ മോൾ ഇത് എന്ത് ഭാവിച്ചാ? അയ്യോ, ആരാ? നന്ദുവിന്റെ കാര്യമാണോ? നന്ദുവിന്റെ കാര്യമാണോന്നോ? പലവട്ടം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങളുടെ മോളെ ഒന്ന് സൂക്ഷിച്ചോണ്, അവളെ മര്യാദയ്ക്ക് നിർത്തണമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ കേട്ടോ? അത് ഇല്ലല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ അനിയുടെ വിവാഹത്തിന് കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ. അപ്പോഴോ അവളാണെങ്കിലോ എന്റെ അനിയനെ വെറുതെ വിടുന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും രണ്ടുപേർക്കും കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും എന്നെ അവന് വേണ്ട, എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കില്ല, സ്നേഹത്തോടെ ഒരു വാക്ക് ഒന്നുമില്ല. പക്ഷെങ്കിൽ നന്ദുവിനെ വിളിച്ചിട്ട് ഭയങ്കര ഒലിപ്പിച്ചുള്ള സംസാരം. മോൾ എന്തൊക്കെയാ പറയണേ? മോള് തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയണ. പിന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് ഇപ്പോഴും കൂടെ കണ്ടിട്ട് ഞാൻ വരുവാ. നിങ്ങളെ മോളും അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോട് അവന് സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഭാര്യയാകുന്ന പോകുന്ന പെൺകുട്ടിയല്ലേ, എനിക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഇല്ലേ? പക്ഷേങ്കിലോ അവള് കാണിച്ചു കൂട്ടുന്ന എന്താ? ഈ സമയം കന കുറഞ്ഞു, മോളെ നീ ഇതാരോടും പറയില്ലെന്ന് പറയണം. ഞാനീ ഇവിടെ വന്നിട്ട് മൂർത്തി സാറിനോട് പറയാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പം ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നത്? എല്ലാം പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ചങ്ങ് പോവാനായിട്ട് അനിയുടെ മനസ്സിൽ ഞാനില്ല, നന്ദു എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. എന്റെ മോളെ നിന്റെ കാല് പിടിക്കാം. ഇനി വേണമെങ്കിൽ ഇനി അവൾ ഒരു കാരണവശാലും അനിയെ കാണത്തില്ല. അത് മാത്രമല്ല, ഇന്നത്തോടു കൂടി അവളുടെ കാണിച്ചു നിന്നാ അവളെ വേണമെങ്കിൽ ഞാൻ മുറിക്കകത്തിട്ട് പൂട്ടിക്കോളാം. എന്നാലും കുഴപ്പമില്ല. ഒരു കാരണവശാലും അനന്തപുരിയിലുള്ളവർ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. മോൾക്കറിയാലോ. പിന്നെ എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെ. നിങ്ങളായിരിക്കും മിക്കവാറും അവളെ പറഞ്ഞ് ചാട്ടെ കയറ്റി ഇങ്ങോട്ട് ഈ വീട്ടിലെ ആകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്റെ മോളെ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ പിന്നെ ആണോന്നോ? നിങ്ങളുടെ മക്കളെ എനിക്ക് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നീട് വീട്ടിലുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അതോട് കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം, കാശുള്ള വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരാനായിട്ടല്ലേ, കെട്ടിച്ചു വിടാനല്ലേ നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ എന്ന് ചോദിക്കാം. മോളെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഒരു കാരണവശാലും അവര് തമ്മിൽ കാണാൻ ഇടയാവില്ല. അങ്ങനെ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അനാമികയുടെ തനി സ്വരൂപം അറിയും. മര്യാദയ്ക്ക് നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചോളാം പറയണം. ഈ സമയം നയന ബാൽക്കണി വന്നു. ബാൽക്കണി വന്നു കഴിഞ്ഞപ്പോഴാണ് അനാമികൻ കനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ പോലും ഇവർ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? എന്താ ഉണ്ടല്ലോ, അമ്മ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല എന്നൊക്കെ ഓർത്ത് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയം അനാമിക പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വരവും കൂടെ ഇങ്ങോട്ട് വരും. പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് അവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയണം. അവസാനം കയ്യെ കാലെ വീണ് നയനയെ അവിടുന്ന് ഒന്ന് പറഞ്ഞു വിടുവാണ്. അപ്പോഴാണ് നയനയുടെ വരവ്. നയനയല്ല, അനാമികനെ ഒന്ന് പറഞ്ഞു വിടുവാണ്. അപ്പോഴാണ് നയനയുടെ വരവ്. നയന വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ അനാമികയല്ലേ? അനാമിക എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മോളെ,
ഞാന് അല്ല അമ്മയോട് എന്താ പറഞ്ഞ അവള്? അല്ല അനിമോൻ എന്തോ ഈ വിവാഹത്തിന് അത്ര താല്പര്യം ഇല്ലെന്നാ പറഞ്ഞേ. അപ്പൊ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ പറയാനായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാ. അല്ല അമ്മയോട് എന്തിനാ അവളിതൊക്കെ ഒന്ന് പറയണേ? അല്ല മോളെ, മൂർത്തി സാറിനെ കണ്ട് പറയാൻ വേണ്ടി വന്നാ. അപ്പൊ ഞാനാ പറഞ്ഞേ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകണ്ട. ഒരു പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വിഷമോ. നിന്റെ മൂർത്തി മുത്തച്ഛൻ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അനിമോനെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം, മോള് പൊക്കോളാനും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക. ഞാൻ എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അതെ മോളെ, അത് തന്നെ ഞാൻ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യ് മോളെ, നീ ഒന്ന് ഉപദേശിക്കണം കേട്ടോ. കല്യാണത്തിന് അധികം ദിവസമില്ലല്ലോ. അല്ല അവളുടെ പ്രശ്നം എന്താ? അവൾ പറയുന്ന അവളെ വിളിക്കണില്ല, അവളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെയാ. അതുകൊണ്ടാ. അതൊന്നും കുഴപ്പമില്ല, ഈ പ്രായമല്ലേ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, മോളൊന്ന് ഉപദേശിച്ചാൽ മതി എന്ന് പറയാം അനിയന്. ശരി അമ്മേ, ഞാൻ നോക്കട്ടെ എന്ന് പറയണം. ഈ സമയം അനാമിയനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും കനകയോട് ചോദിക്കുന്നുണ്ട്. അല്ല അവൾ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇനിയിപ്പൊ അനിയന്റെ മനസ്സിൽ ആരോ ഉള്ളേന്നൊക്കെ പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല മോളെ എന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ് കനക. പിന്നീട് കനക അകത്തേക്ക് എന്നിട്ട് ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് ഗോവിന്ദനെ വിളിക്കുക. അപ്പൊ ആ സമയത്ത് നോക്കി ചുറ്റും ആരെങ്കിലും ഉണ്ടോന്ന്. ആരുമില്ല. അങ്ങനെ നോക്കിയിട്ട് വിളിക്കുവാണ്. ഗോവിന്ദേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണമെന്ന് പറയാം. എന്താ? നമ്മുടെ നന്ദൂന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാം. എന്താ കനകെ? ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവളും അനിയും തമ്മിൽ വീണ്ടും കാണുന്നുണ്ട്. അത് അപകടത്തിലേക്കാ. ഇനിയിപ്പൊ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കല്യാണത്തിനുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കും. പക്ഷേങ്കിൽ ഈ സമയത്ത് നന്ദു അനിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ശരിയാവുന്ന കാര്യമല്ല. ഇപ്പൊ തന്നെ അവൾ ഇങ്ങോട്ട് ഇരച്ചു കയറി വന്ന അനാമിക. ഞാൻ ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടേക്കുക. ഇനി അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള. എന്റെ ദൈവമേ, ഇവള് എന്തു ഭാവിച്ച നന്ദു? ഇവളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാതെ വന്നിരിക്കുകയാണല്ലോ. കനക പറഞ്ഞു, ഗോവിന്ദേട്ടൻ കുറച്ചുകൂടെ അവളുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. നമ്മുടെ 2 മക്കൾ ഇങ്ങോട്ട് വന്നതിന്റെ കേട് തീർന്നിട്ടില്ല. ആകെപ്പാടെ അതിന്റെ സങ്കടത്തിലും വിഷമത്തിലും ഇനിയിപ്പം നന്ദുവിന്റെ കാര്യത്തെയും കുറിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് കരയേണ്ട വരുമെന്ന് പറയണം. നീ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ കാണിക്കേ, ഒന്നും സംഭവിക്കില്ല. നന്ദുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു വന്നേ. നീ ഫോൺ വെച്ച് അവൾ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദു വന്ന് വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പൊ നന്ദുവിന് മുഖത്ത് വല്ലാത്തൊരു സങ്കട ഭാവമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഗോവന്ന് ചോദിച്ചു, അല്ല നീ ഇത് എവിടാ പോയെന്ന് ചോദിക്കുക. ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയെന്ന്. അല്ല ഏത് ഫ്രണ്ട്സിനെ നീ കാണാൻ പോയത്? അല്ല അത് പിന്നെ ഞാൻ ഒരു പതർച്ചയുണ്ടായ നന്ദുവിന് മുഖത്ത്. ഞാൻ രാകേഷിനെ കാണാൻ പോയെന്ന് പറയാം. എന്നു മുതലാ അനിയുടെ പേര് രാകേഷ് എന്നായത്? ഇനിയിപ്പൊ അനിക്ക് രാകേഷ് എന്നൊരു പേരും കൂടെ ഉണ്ടോന്ന് ചോദിക്കുക. അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഞങ്ങള് അവന്റെ പുറകെ പോരുതെന്ന്. എന്നിട്ട് നീ കേട്ടോ? അപ്പൊ നീ ഞങ്ങളെല്ലാരും കൂടെ കൊലയ്ക്ക് കൊടുക്കാനായിട്ടുള്ള തീരുമാനമല്ലേന്ന് ചോദിക്കുക. അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയതാ. പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നിന്നോട് പറഞ്ഞില്ലേ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കില്ലെന്ന്. പിന്നെ നീ എന്തിനാടി കോൾ എടുത്തേ? അച്ഛൻ ഞാന് മനഃപൂർവ്വം കോൾ എടുക്കുന്നില്ല. പിന്നെ എന്തിനാ തമാശക്ക് കോൾ എടുക്കുന്നതാണോ? അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. പിന്നെ എന്തിനാടി അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട്. അതുകൊണ്ടല്ല നീ വീണ്ടും വീണ്ടും അവനെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നേ. അതിന്റെ ആവശ്യം വല്ലതും നിനക്കുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചോണ്ടല്ലോ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറയാം. നിന്റെ 2 ചേച്ചിമാരുടെ കാര്യം പോലും നീ ചിന്തിച്ചില്ലല്ലോ. അവരുടെ ജീവിതം തന്നെ അവിടെ സേഫല്ല. ആ സമയത്താണ് നീയും കൂടെ അങ്ങോട്ട് പോയി കയറാൻ നോക്കുന്നത്. ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? പൈസയുള്ള കുടുംബത്തിലേക്ക് മക്കളെ കെട്ടിച്ചു വിടാണ്ട് നോക്കുവെന്നല്ലേ? പൈസ ഇല്ലാത്തതിന്റെ പേരില് ഉന്തിത്തള്ളി അങ്ങോട്ട് കയറ്റി വിടാന്ന് എല്ലാരും പറയുള്ളൂ. പക്ഷെ സത്യാവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അച്ഛാ ഞാൻ അമ്മ പറഞ്ഞിട്ടൊന്നും അല്ല. ഞാന് പിന്നെ അവൻ വിളിച്ചിട്ട് പോയതാ, അല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതൊന്നുമല്ല. അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയതാന്ന് പറയാം. നന്ദു നീ വീണ്ടും വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ? നിങ്ങോട് വാടി, നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചു വലിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ആണ്. പിന്നീട് ആ മുറിക്കകത്തേക്ക് അങ്ങോട്ട് ഇട്ടു. നീ ഇവിടെ കിടന്നു, നീ ഇനി പുറലോകം കാണണ്ട. അവളുടെ കല്യാണം കഴിയട്ടെ, അവന്റെയും കൂടെ, എന്നിട്ട് നീ പുറത്തിറക്കിയാൽ മതി എന്ന് പറയാണ്. നന്ദു പറയാം, അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ടാ പറഞ്ഞ നീ അകത്ത് കിടന്നാൽ മതി, പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഗോവിന്ദൻ. നന്ദു അവിടെ കിടന്ന് പൊട്ടിക്കരയാ. നന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നീട് കനക അടുക്കള നിൽക്കുന്ന സമയത്താണ് അനിയൻ കൂടി വരുന്നത്. അനിയെ കണ്ടതും കനക ചോദിച്ചു, അല്ല നീ എന്റെ മോളെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനിയ ചോദിച്ചു,
എന്താ ആന്റി, ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഏ, എന്ത് പറ്റി നന്ദൂരിന്ന് ചോദിക്കണോ? ഓഹോ, അപ്പൊ നീ ഒന്നും അറിയത്തില്ലാത്ത പോലെ എന്റെ മുന്നേ അഭിനയിക്കുവല്ലേ? എനിക്കെല്ലാം അറിയാന്ന് പറയാം. അല്ല, നീ എന്തിനാ നന്ദുവിനെ കാണാൻ പോയെന്ന് ചോദിക്കുക. നന്ദുവിനെ കാണാൻ പോയി? ഞാനോ? കൂടുതലൊന്നും പറയണ്ട, ഞാൻ അറിഞ്ഞല്ല നീ നന്ദുവിനെ കാണാൻ പോയതൊക്കെ. ഓഹോ, അപ്പൊ അനാമിക വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കണം. അനാമിക വിളിച്ചു പറയല്ലേ ഇതേ. അനാമിക നേരിട്ട് ഇങ്ങോട്ട് വരുക ചെയ്തെന്ന് പറയാം. അവൾ ഇങ്ങോട്ട് വന്നേ? അതെ അതെ, ഇവിടെ മൂർത്തി സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്ന. ഭാഗ്യം കൃത്യസമയത്ത് എന്റെ കൺമുന്നിലാണ് വന്ന് പെട്ടത്, അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാ. അല്ല, അവള് വന്ന് എന്താ ആന്റിയോട് പറഞ്ഞേ? എന്നോട് പറഞ്ഞ എന്താന്നോ? നന്ദുവിനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന്. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ അവൾ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന്. പറയുകയാണെ അവളങ്ങ് പറയട്ടെ. അവളുടെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ നിൽക്കണോ? അനി നീ എന്തായി പറയണേ? കുറച്ചു ദിവസം കഴിഞ്ഞ് നിന്റെ കല്യാണം അല്ലേ? ആന്റിക്ക് അറിയാലോ, എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ, വേറൊരു പെണ്ണില്ലെന്ന് പറയാം. ഇതാ ഞാൻ പറഞ്ഞ പ്രശ്നമാന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദുവിനെ നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അവൾ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരത്തില്ല. അവളുടെ ചേച്ചിമാർ ഇങ്ങോട്ട് വന്നതിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല ഞങ്ങൾക്ക്. അവർക്ക് പോലും നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ അവസ്ഥ. അവളെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പൊക്കോട്ടെ. ഈ കാര്യങ്ങളൊന്നും നയനമോൾ അറിഞ്ഞിട്ടില്ല. നയനമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവളുടെ പ്രതികരണം എന്ന് പറയാം. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും കേൾക്കല്ല അനിമോനെ. നീ ഒരു കാര്യം ചെയ്യ, നീ മര്യാദയ്ക്ക് നിക്ക്. പിന്നെ ഒരു കാരണവശാലും നന്ദുവിനെ കാണാനോ അതോ സംസാരിക്കാനൊന്നും പോലെ അവളെ ഫോൺ വിളിക്കുക പോലെ ചെയ്യല്ലേ. അത്ര ഒരു ഉപകാരമെങ്കിലും അവൾക്ക് ചെയ്തു കൊടുക്കുക. നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയാം. ഈ സമയത്താണ് നയനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നയനെ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സംസാരം നിർത്തി. അനി പെട്ടെന്ന് നിന്ന് തിരിഞ്ഞിരിക്കുകയാണ്. നയനക്ക് തോന്നി എന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. നയന വന്നിട്ട് ചോദിച്ചു, എന്താമേ, എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല, വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ. അനാമിക വന്ന കാര്യം ഞാൻ അനിമോനോട് പറയുമായിരുന്നു. ഓഹോ, അതെനിക്ക് മനസ്സിലായി, വേറെ എന്തോ കാര്യമായിരുന്നു. പക്ഷെ എന്തോ താൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവരത് ഒളിപ്പിക്കുകയോ ചെയ്തേ. അനിയോട് പെട്ടെന്ന് നയന ചോദിച്ചു, എന്താ അനി, നീ എന്താ അനാമികനെ ഫോൺ വിളിക്കാത്തെ? അവളോട് എന്താ സ്നേഹത്തോടെ സംസാരിക്കാത്തെ? അതുകൊണ്ടല്ലേ അവള് പരാതിയായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഏട്ടത്തി ഞാൻ എന്തോ മനസ്സിൽ അനിയുടെ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അനി ഒഴിഞ്ഞു മാറുന്നേ. സത്യം പറയണി, നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അവൻ പറഞ്ഞു, അനി പറഞ്ഞു, അതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. നയന ചോദിച്ചു, അമ്മയ്ക്കറിയാവോ അവന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന്? എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ല എന്ന് പറയാം. എനിക്ക് നല്ല സംശയമുണ്ട് അമ്മയ്ക്കറിയാവോന്ന്. അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എന്താമ്മേ, സത്യം പറയുമ്പോ എന്നോട് കാര്യം എന്താന്ന് ചോദിക്കുക. ഒന്നുമില്ല, എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലാത്ത അനിയുടെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്. അനിയുടെ മനസ്സിലെ പെൺകുട്ടിയെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കും. അതെങ്ങനെയാ മോളെ ഞാൻ അറിയുന്നേ? എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കനകയോട് പോകാൻ തിരിയാണ്. ഈ സമയം നയന കയ്യിലേക്ക് കയറി പിടിച്ചു. അമ്മ സത്യം പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ എന്ത് പറയാനാ മോളെ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ. എത്രയും പെട്ടെന്ന് തന്നെ അനാമികയുടെ അനിയുടെ വിവാഹം കഴിയണം. അത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല. നിനക്കറിയാലോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കണേന്ന്. മരുമക്കളായിട്ട് ഇതുവരായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന പെണ്ണിനെ അംഗീകരിക്കോളൂ എന്ന് പറഞ്ഞാ ഇവിടെ എല്ലാരും ഇരിക്കുന്നത്. ദേവേന് കഴിഞ്ഞ ദിവസം എന്നോടത് പറയുകയും ചെയ്തു. അതുകൊണ്ടാ പറഞ്ഞേ, എനിക്ക് ചേരുന്നൊരു ബന്ധമാണ് വരാൻ പോകുന്നത്. ആ ബന്ധം എത്രയും പെട്ടെന്ന് നടക്കണം. അതിനൊരു തടസ്സങ്ങളും പാടില്ലെന്നും പറഞ്ഞ് കനക അങ്ങോട്ട് പോവാ. ഈ സമയം നയനയ്ക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിൽ തോന്നുവാണ്. എന്തോ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് അമ്മയ്ക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല നയന നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.